എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് +1 ഹിസ്റ്ററിയിലെ ആദ്യത്തെ 2 ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടും ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒറിജിൻ ഓഫ് ഹ്യൂമൻസ്, മനുഷ്യോൽപ്പത്തി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ചോദ്യം, ലിസ്റ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് പ്രിമേറ്റ്സ്, അതായത് പ്രിമേറ്റുകളുടെ സവിശേഷതകൾ പട്ടികപ്പെടുത്തുക. നമ്മൾ പറഞ്ഞു സസ്തനികളുടെ മാമൽസിൻ്റെ ഉപവിഭാഗമാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ സവിശേഷതകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവയുടെ ഏതെങ്കിലും 2 സവിശേഷതകൾ പട്ടികപ്പെടുത്തുക. ഇത് 2 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമിനോയിഡ്സ് ആൻഡ് ഹോമിനിഡ്സ്, അതായത് ഹോമിനോയിഡുകളും ഹോമിനിഡുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. 4 മാർക്കിന് എപ്പോഴും ഷുവറായിട്ട് ചോദിക്കുന്നതാണ് ഹോമിനോയിഡുകളും ഹോമിനിഡുകളും തമ്മിലുള്ള സവിശേഷതകൾ. അടുത്ത ചോദ്യം നോക്കാം. പോയിൻ്റ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓസ്ട്രലോപിത്തേക്കസ് ആൻഡ് ഹോമോ, അതായത് ആസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. ഇതും 4 മാർക്കിന് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ റീപ്ലേസ്മെൻറ്റ് ആൻഡ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽസ് ഓഫ് ഹ്യൂമൻ ഒറിജിൻ, അതായത് മനുഷ്യോൽപ്പത്തി സംബന്ധിച്ച ഏകോൽപ്പത്തി മാതൃകയും പ്രാദേശിക തുടർച്ച മാതൃകയും തമ്മിൽ വേർതിരിച്ചെഴുതുക. ഇത് 2 മാർക്കിനും ചോദിക്കാറുണ്ട്, ഒപ്പം 4 മാർക്കിനും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഹൗ ഡിഡ് ദ എർലി ഹ്യൂമൻസ് ഒബ്റ്റെയിൻ ഫുഡ്, അതായത് ആദിമ മനുഷ്യർ ഭക്ഷണം സമ്പാദിച്ചിരുന്നത് എങ്ങനെ. അതായത് പണ്ടുകാലത്തെ മനുഷ്യർ നമുക്കറിയാം വേട്ടയാടി ഭക്ഷണം ശേഖരിച്ച് അങ്ങനെയൊക്കെ ചത്തുമൃഗങ്ങളെയൊക്കെ ഭക്ഷിച്ച് അങ്ങനെയൊക്കെയാണ് ജീവിച്ചത്, ഭക്ഷണം നേടിയിരുന്നത്. അപ്പം ആ ഒരു ഭക്ഷണം നേടിയിരുന്ന രീതികൾ പഠിച്ചു വെക്കണം. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററായ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്, എഴുത്തുവിധി നഗരജീവിതം എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. റൈറ്റ് ദ നെയിംസ് ഓഫ് 2 റിവേഴ്സ് ദാറ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ, അതായത് മെസോപ്പൊട്ടേമിയൻ നാഗരികതയുമായി ബന്ധപ്പെട്ട 2 നദികളുടെ പേര് എഴുതുക. ആ നദികളുടെ പേര് നമ്മൾ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കുള്ള ഇന്നത്തെ ജോലിയും അത് തന്നെയാണ്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ 2 നദികളുടെ പേര് അറിയുവാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അത് അറിയാത്തവർക്കും അത് ഉപകാരപ്രദമാവും. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. എക്സ്പ്ലെയിൻ ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് മെസോപ്പൊട്ടേമിയ, അതായത് മെസോപ്പൊട്ടേമിയയുടെ ഭൂമിശാസ്ത്രം വിവരിക്കുക. ഈ ചാപ്റ്ററിൽ നിന്നും എല്ലാ എക്സാമിനും ഷുവറായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് മെസോപ്പൊട്ടേമിയയുടെ ജിയോഗ്രഫി അല്ലെങ്കിൽ മെസോപ്പൊട്ടേമിയയുടെ ഭൂമിശാസ്ത്രം വിവരിക്കുക. 4 മാർക്കിന് ചോദിക്കും. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ക്യൂണിഫോം, എന്താണ് ക്യൂണിഫോം. നമ്മൾ പറഞ്ഞു മെസോപ്പൊട്ടേമിയൻ ജനതയുടെ എഴുത്തുവിദ്യയാണ്, ആപ്പിൻ്റെ ആകൃതിയാണ്. അങ്ങനെ എന്താണ് ക്യൂണിഫോം എന്ന് 2 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ആർ ദ യൂസസ് ഓഫ് റൈറ്റിംഗ്, എഴുത്തുവിദ്യയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെ. അത് 4 മാർക്കിന് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് അർബനൈസേഷൻ ഇൻ സൗത്തേൺ മെസോപ്പൊട്ടേമിയ, അപൂർവമായിട്ട് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദക്ഷിണ മെസോപ്പൊട്ടേമിയയിലെ നഗരവൽക്കരണത്തിൻ്റെ സവിശേഷതകൾ. നമ്മൾ പറഞ്ഞു 3 തരം നഗരങ്ങളുണ്ടായിരുന്നു, പിന്നെ അവിടുത്തെ ക്ഷേത്രങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. അതൊക്കെയാണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് മെസോപ്പൊട്ടേമിയ ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ടൈം റെക്കണിംഗ്, അതായത് ഗണിതശാസ്ത്രത്തിലും സമയം കണക്കാക്കുന്നതിലും മെസോപ്പൊട്ടേമിയക്കാരുടെ സംഭാവനകൾ വിവരിക്കുക. ഇതും ഷുവറായിട്ടും ഈ പഠിത്തം ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പം ആദ്യത്തെ 2 ചാപ്റ്ററിൽ നിന്നും, അതായത് ആദ്യത്തെ 2 ചാപ്റ്റർ എന്ന് പറയുമ്പം ടെക്സ്റ്റിൽ ചാപ്റ്റേഴ്സിന് വ്യത്യാസം ഉണ്ടാവും. പഴയ ടെക്സ്റ്റും പുതിയ ടെക്സ്റ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഒറിജിൻ ഓഫ് ഹ്യൂമൻസും റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്, അതായത് മനുഷ്യോൽപ്പത്തിയും എഴുത്തുവിദ്യയും നഗരജീവിതം എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. ആ ചാപ്റ്ററിൽ നിന്നും ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ടും വരിക. പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.